ന്യൂസ് ഡീകോഡിൽ ഇന്നത്തെ ആദ്യത്തെ വിഷയം നമുക്കറിയാം. RSS അതിന്റെ 100ാമത്തെ വാർഷികം ആഘോഷമാക്കുന്ന വേളയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി നമുക്ക് ഏത് തരത്തിലാണത് പ്രവർത്തിക്കുന്നത്, ഇല്ലെങ്കിൽ അത് ആർക്കൊക്കെയാണ് ആഘോഷമെന്ന യാഥാർത്ഥ്യമൊക്കെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങിയത്. എന്തൊക്കെ രീതിയിൽ RSS ഇല്ലെങ്കിൽ BJP സർക്കാർ അതിനെ ആഘോഷിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം നമുക്ക് വന്നിരുന്ന ഡൽഹി സർക്കാർ സ്കൂളിൽ RSSനെ കുറിച്ച് പഠിപ്പിക്കാൻ നീക്കം നടക്കുന്നു എന്ന വിവരം. ഇന്നലെ നമ്മൾ ആ വിവരം അറിയുകയായിരുന്നു. പക്ഷേ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നതൊക്കെയുള്ള കാര്യങ്ങൾ വലിയ ഞെട്ടലുണ്ടാക്കുന്നു. ചരിത്രം തിരുത്തി എഴുതുന്നതും വളച്ചൊടിക്കുന്നതുമെല്ലാം നമ്മൾ പാഠ്യപുസ്തകങ്ങളിലൂടെ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ചെറിയ സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിലേക്ക് കൂടി ഇത് വ്യാപിപ്പിക്കുന്നത്. RSSനെ കുറിച്ച് പഠനം നടക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് ഡൽഹി സർക്കാരാണ് അത് ആദ്യം നടപ്പാക്കുന്നത് എന്നതാണ്. RSSന്റെ ഈ 100ാം വാർഷികത്തിൽ പലതും അറിഞ്ഞും അറിയാതെയും ഒക്കെ നടപ്പിലാക്കപ്പെടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. രാഷ്ട്രീയ നീതി എന്ന് പേരിട്ടുകൊണ്ടാണ് ഈ ഒരു പദ്ധതിയിലേക്ക് കടക്കുന്നത്. അതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശയായിട്ടും നമുക്ക് തോന്നുന്നത്. അതായത് സ്വാതന്ത്ര്യ സേനാനികളെയും ജനാധിപത്യ മൂല്യങ്ങളെയും കുറിച്ച് പഠിപ്പിക്കുന്നതിനൊപ്പമാണ് ഈ RSSനെ കുറിച്ചും പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് അതിലെ രണ്ടാമത്തെ കാര്യം. RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, സാമൂഹ്യ പ്രവർത്തകർ, അതിന്റെ ചരിത്രവും പാഠ്യപദ്ധതിയിൽ ഉണ്ടാകും എന്ന് പറയുന്നു. ആരൊക്കെയാണ് ഈ നേതാക്കൾ എന്നുള്ള കാര്യത്തിൽ ചില ലിസ്റ്റ് ഇല്ലെങ്കിൽ ചില സൂചനകളും നൽകുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു ചരിത്രം ഇല്ലെങ്കിൽ ഇവരുടെ സാമൂഹ്യ പ്രവർത്തനം ഏത് രീതിയിലായിരുന്നു എന്നതൊക്കെ ഇനി അത്ഭുതപ്പെടുത്താൻ പോകുന്നതേയുള്ളൂ. എന്തായിരിക്കും ആ പാഠപുസ്തകങ്ങളിൽ വരിക എന്നതുകൂടി വലിയ കാര്യമാണ്. അത് വന്നതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ച് അറിയുക. നമുക്കറിയാം 1925 കേശവ് ബൽറാം ഹെഡ്ഗേവാർ RSS സ്ഥാപിച്ചത്. അതിന്റെ പ്രത്യയശാസ്ത്രം, സാമൂഹ്യ സേവനത്തിൽ RSS പ്രവർത്തകരുടെ പങ്ക്, കോവിഡ് മഹാമാരിയും ബീഹാർ കേദാർനാഥ് ഉൾപ്പെടെയുണ്ടായ പ്രളയങ്ങളിൽ RSS നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനം വരെ ഇവർക്ക് പഠിക്കാൻ, കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പം എന്താണ് ഉദ്ദേശം എന്നത് വ്യക്തമാവുന്ന തരത്തിലാണ് ഡൽഹി സർക്കാർ ഇത് പ്രോത്സാഹിപ്പിക്കുന്നത്, ഇല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങുന്നത്. മുൻ പ്രധാനമന്ത്രി വാജ്പേയിയെ കുറിച്ച്, ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചൊക്കെ RSSുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ സംഭാവനകളെ പറ്റിയും ഒക്കെ ഈ പാഠ്യപദ്ധതിയിലുണ്ട് എന്നറിയുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് ഇവർ പഠിപ്പിക്കാൻ പോകുന്നത് കുട്ടികളെ എന്നൊക്കെയുള്ള കാര്യം. വലിയ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. AP ഡൽഹിയിൽ വിവിധയിടങ്ങളിൽ അതിലെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് രാജ്യമൊട്ടാകെ പ്രതിഷേധിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കടക്കാനുള്ളൊരു സാധ്യത കൂടി ഇതിൽ കാണുന്നുണ്ട്. കാരണം ഇവർ ഈ പറയുന്ന നേതാക്കൾ ഇല്ലെങ്കിൽ ഇവർ നടത്തി എന്ന് പറയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ RSSന്റെ നേതാക്കൾ എന്ത് നടത്തി എന്നൊരു ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് എന്താണ് പഠിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം വരും. നമുക്കറിയാം, നേരത്തെ തന്നെ പല കാര്യങ്ങളും ഇപ്പോൾ വിക്കിപീഡിയയിൽ പോലും അതിൽ ഒരു തിരുത്തൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രാജ്യത്ത്, ഇല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങളെങ്കിലും അത് ചോദ്യം ചെയ്യപ്പെടാറുണ്ട് പലപ്പോഴായിട്ട്, പല സംഭവങ്ങളിലായിട്ട് നമുക്കതറിയാം. അപ്പം എങ്ങനെയായിരിക്കും ഡൽഹിയിൽ ഇത് നടപ്പാക്കുമ്പോൾ കുട്ടികൾ എന്തൊക്കെയായിരിക്കും പഠിക്കേണ്ടത്, കുട്ടികൾ എന്തൊക്കെ പഠിക്കേണ്ട, കുട്ടികൾ എന്തൊക്കെ ചരിത്രം മറക്കണം, എന്തൊക്കെ സംഭവങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് അറിവില്ലാതാകണം എന്നൊക്കെയുള്ള അജണ്ടയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഈ പാഠപുസ്തകങ്ങളിൽ RSSനെ കുറിച്ച് പഠിക്കാനുള്ള ആ പദ്ധതിയുമായി ഡൽഹി സർക്കാർ എത്തിയിരിക്കുന്നത് എന്നത് വ്യക്തമാവുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ സ്വീകരിക്കപ്പെടും എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകളിലേക്ക് കടക്കും. ശ്യാമപ്രസാദ് മുഖർജി, സർദാർ വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, ഈ ആളുകൾക്കൊപ്പമാണ് സവർക്കറുടെ പാഠഭാഗവും പഠിക്കാനുണ്ട് എന്ന് പറയുന്നത്. അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ 100ാം വാർഷികത്തിൽ എന്താണ് RSS ഉദ്ദേശിക്കുന്നത്, ഇല്ലെങ്കിൽ BJP സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നത്, അവരുടെ ലക്ഷ്യം എന്ത് എന്ന് ക്ലിയർ ആക്കുന്ന തരത്തിലായിരുന്നു ഇന്നലെ ആ വാർത്തകൾ വന്നത്. മാത്രമല്ല, ഇതിപ്പോൾ പാഠഭാഗത്തിന്റെ കാര്യം മാത്രമാണ്, മറ്റു പല പദ്ധതികളുമായി മുന്നോട്ട് വരുന്നുണ്ട്. അതിൽ ഒരാശങ്കയും ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. വാഴ്ത്തപ്പെടാത്ത നായകർ എന്നൊരു പാഠഭാഗത്താണ് സവർക്കറെ പഠിക്കാനുള്ളത്. അപ്പൊ തന്നെ ആ വാഴ്ത്തപ്പെടാത്ത നായകൻ എന്ന് പറയുമ്പോൾ സവർക്കർ ആരായിരുന്നു എന്നൊരു കൊച്ചു കുഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കാനുള്ളത് BJP സർക്കാർ അല്ലെങ്കിൽ RSSകാർ തന്നെ എഴുതി വെച്ചിരിക്കുന്ന അവരുടെ വലിയ നായകൻ എന്നുള്ള തരത്തിലുള്ള പാഠഭാഗമാണ്. നമ്മൾ പഠിച്ചു വന്നത് സവർക്കർ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഉള്ള ഉത്തരമായിരിക്കില്ല ഭാവി തലമുറയ്ക്ക് ഉത്തരമായി ഉണ്ടാവുക എന്നുള്ളത് കൂടിയാണ്. എന്തായാലും അത് ആ രീതിയിൽ വളച്ചൊടിക്കുന്നു, മാറ്റി എഴുതുന്നു. ഈ സിലബസിൽ വരെ ഇടപെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എന്തായിരിക്കും ഭാവി തലമുറ പഠിക്കുക, ഇല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും അവരെ ഇത് ഫീഡ് ചെയ്യുക എന്നതുകൂടിയാണ് വ്യക്തമാവുന്നത്. കിൻഡർ ഗാർഡൻ മുതൽ 12ാം ക്ലാസ് വരെയുള്ള ഡൽഹിയിലെ മുഴുവൻ സർക്കാർ സ്കൂളുകളിലും കഴിഞ്ഞ മാസം 18-നാണ് ഈ നമോ വിദ്യ ഉത്സവ് ദിനത്തിൽ മുഖ്യമന്ത്രി രേഖ ഗുപ്തയും അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് ഈ രാഷ്ട്രനീതി പരിപാടി അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും സജു തോമസ്.
രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ RSS വൽക്കരിക്കപ്പെടുന്നുവെന്ന വിമർശനങ്ങൾ ശക്തമായിരിക്കുകയാണ് ഡൽഹി സർക്കാരിന്റെ പുതിയ നീക്കം. ഡൽഹിയിലെ സർക്കാർ സ്കൂളുകളിൽ 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളിൽ RSSന്റെ ഉത്ഭവം, RSS രാജ്യത്തെ ദേശീയതയിൽ വഹിച്ച പങ്ക്, അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമരകാലത്ത് RSSന്റെ പങ്ക്, RSSന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ, ഇവയൊക്കെയും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി രാഷ്ട്രനീതി എന്ന് പറയുന്ന പുതിയ ഒരു പാഠ്യപദ്ധതിക്കാണ് ഡൽഹി സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്തായാലും RSS രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന, പ്രത്യേകിച്ച് ചരിത്രങ്ങളൊക്കെ മാറ്റി എഴുതുന്നു എന്നുള്ള വിമർശനങ്ങൾ ശക്തമായിരിക്കുകയാണ്. ഡൽഹിയിലെ വിദ്യാഭ്യാസ മന്ത്രി ആശിഷ് സൂദ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ 18-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മവാർഷികത്തിന് തൊട്ട് പിറ്റേ ദിവസമാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. നമോ വിദ്യാഭ്യാസ് എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഡൽഹിയിലെ സർക്കാർ സ്കൂളുകളിൽ SCERT സിലബസ് ഉള്ള എല്ലാ സ്കൂളുകളിലും ഇത്തരമൊരു നടപടിയുമായിട്ട് ഇപ്പോൾ ഡൽഹി സർക്കാർ മുൻപോട്ട് പോയിരിക്കുന്നത്. പ്രധാനമായിട്ടും RSSന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ആരൊക്കെയാണ്, സ്വാതന്ത്ര്യ സമരത്തിൽ RSS വഹിച്ച പങ്ക് അതെന്താണെന്ന് കൃത്യമായിട്ട് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അദ്ദേഹം വ്യക്തമാക്കുന്നത് എങ്ങനെയാണ്, RSSുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് പലതരത്തിലുള്ള അപഖ്യാതികൾ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനെ കൃത്യമായിട്ട് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് RSSന്റെ നേതാക്കളുടെ ചരിത്രം, അല്ലെങ്കിൽ അവർ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത് എങ്ങനെയാണ്, ഈ പ്രസ്ഥാനം രാജ്യത്ത് വഹിക്കുന്ന പങ്ക് എന്താണെന്ന് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം തന്നെ മുൻ പ്രധാനമന്ത്രി AB വാജ്പേയി, നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതോടൊപ്പം തന്നെ RSSന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ, ഇവരുടെയൊക്കെയും ചരിത്രം, ഇവർക്ക് RSSുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെയും കൂടുതലായിട്ട് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും, അതോടൊപ്പം തന്നെ NCERT സിലബസുമായി ബന്ധപ്പെട്ടുള്ള ചില മാറ്റങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനായി ഇപ്പോൾ ഒരു സബ് കമ്മിറ്റിയൊക്കെയും രൂപീകരിച്ചിട്ടുണ്ട്. ചില അധ്യാപക സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയർത്തിയെങ്കിൽ പോലും അതിനെയൊക്കെയും വകവയ്ക്കാതെയാണ് ഇപ്പോൾ ഡൽഹി സർക്കാരിന്റെ പുതിയ നീക്കം. ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി ആശിഷ് സൂദ് പറയുന്നത്, RSS കൃത്യമായിട്ട് വിദ്യാർത്ഥികളുടെ, അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ABVP മുതൽ മുൻപോട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് RSS നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചത് എന്നുള്ള കാര്യം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കണം. RSSുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അപഖ്യാതികൾ മാറ്റാൻ വേണ്ടിയാണ് പുതിയ ഒരു നടപടിയായിട്ട് എന്തായാലും മുൻപോട്ട് പോകുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെയും ആരംഭിച്ചിരിക്കുന്നു. പുതിയ പാഠ്യപദ്ധതി തയ്യാറാക്കുമ്പോൾ അത് കൃത്യമായിട്ട് വലിയ വിമർശനങ്ങൾക്ക് വിധേയമാവും. സ്വാഭാവികമായിട്ടും രാജ്യത്തെ വിദ്യാർത്ഥി സംഘടനകൾ വലിയ വിമർശനങ്ങളൊക്കെ ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ RSS എന്നുള്ളത് കൃത്യമായിട്ട് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഉള്ളിലേക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ RSS വഹിച്ച പങ്ക് എന്താണെന്ന് അത് കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ഡൽഹി സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. അതുമായി മുൻപോട്ട് പോവുക എന്നാണ് ഇപ്പോൾ ആശിഷ് സൂദ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ RSSന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ, അവർ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി വഹിച്ച പങ്ക് എന്താണെന്ന് കൃത്യമായി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക. അത് ചെറിയ ക്ലാസ് മുതൽ, പ്രത്യേകിച്ച് 1-ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയാണ് ഈ ഒരു പദ്ധതി, പുതിയ ഒരു പാഠ്യപദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. ഈ പാഠ്യപദ്ധതി പ്രകാരം 1-ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങളിൽ RSSുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിലയിരുത്തലുകളും പഠനങ്ങളും, അതോടൊപ്പം തന്നെ RSSന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെ പറ്റിയുള്ള ചരിത്രങ്ങളും കൂടുതലായി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഡൽഹി സർക്കാരിന്റെ പുതിയ നീക്കം. അതാണ് രാഷ്ട്രനീതി പദ്ധതി എന്ന പേരിലാണ് ഈ നീക്കം നടത്തുന്നത്. അത് നമുക്കറിയാം, ഡൽഹിയിൽ അത് ആരംഭിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. ഏതൊക്കെ സംസ്ഥാനങ്ങളിലേക്കായിരിക്കും അത് എത്തുക, RSSനെ കുറിച്ച് പഠിച്ചേ മതിയാകൂ എന്നത് സിലബസിൽ ഉൾപ്പെടുത്തി ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഇത് നടപ്പാക്കും എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ കാണാം. വലിയ പ്രതിഷേധം ഇപ്പോൾ AAP അവിടെ ഡൽഹി ആയതുകൊണ്ട് മാത്രമേ AAP ഒരു പ്രതിഷേധം അറിയിച്ചിരിക്കുന്നു എന്നതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ പാർട്ടികൾ ഏത് തരത്തിൽ ഇതിൽ പ്രതിഷേധിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിലായിരിക്കും വരിക. ഇത് എന്ത് നടപ്പാക്കാൻ, ഇല്ലെങ്കിൽ ഏത് തരത്തിൽ രാജ്യത്തെ കൊണ്ടുപോകണം, വിദ്യാർത്ഥികളെ കൊണ്ടുപോകണം, കുട്ടികളുടെ പഠനകാര്യത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഈ തരത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നു എന്നതുകൂടിയാണ് ശ്രദ്ധിക്കേണ്ടത്.